ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഇങ്ങനെ ഒരു കാര്യമാണ് തുടങ്ങിയത്. അതായത് സിഗ്മ എന്ന് പറയാം, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ നമുക്കറിയാം. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനിൽ ക്യാപ്പുകളൊന്നുമില്ല. വൈ ഐ ഈസ് ഇക്വൽ ടു β1 plus β2xi plus ui. There is no cap because it is not an estimator. It is population parameters. SRF-ലേക്ക് വരുമ്പോൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇവിടെ വരുമ്പോൾ എന്തായി, സാമ്പിൾസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് β1 ക്യാപ്പ് ഉണ്ട്, β2 ക്യാപ്പ് ആണ്. കാരണം ഇത് എസ്റ്റിമേറ്റർ ഓഫ് β1 ആൻഡ് β2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മുകളിൽ ക്യാപ്പ്. അതേപോലെ ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ആണ്. ഇവിടെ നമുക്ക് റെസിഡ്യൂവൽ എറർ ടൈം ആണ്, എറർ ടൈം, അതിന് ക്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സെക്ഷനെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഭാഗം എന്നും ഇതിനെ നമ്മൾ റാൻഡം പാർട്ട് എന്നാണ് വിളിക്കാം. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് y ഈസ് ഈക്വൽ ടു yi ക്യാപ്പ് പ്ലസ് ദ ഡീവിയേഷൻ. ഈ ആക്ച്വലും എസ്റ്റിമേറ്റഡും തമ്മിലുള്ള ഡീവിയേഷൻ ആയിരിക്കും ഈ ഭാഗം. ഇത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, ഞാനൊന്ന് ഹൈലൈറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ധൃതിയിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. UI എന്ന് പറയുന്നത്, റെസിഡ്യൂവൽ എന്ന് പറയുന്നത് ആക്ച്വൽ മൈനസ് എസ്റ്റിമേറ്റഡ്. എസ്റ്റിമേറ്റഡ് എന്ന് പറയുന്നത് ഇതാണ് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കിട്ടുന്ന വാല്യൂ. ഇത് ചിലപ്പോൾ ആക്ച്വലായിട്ട് കോയിൻസൈഡ് ചെയ്യണമെന്ന് പോലുമില്ല. അപ്പോൾ ആക്ച്വലും എസ്റ്റിമേറ്റഡും വൈയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ UI ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ YI ക്യാപ്പ് നമുക്ക് ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ YI മൈനസ് YI ക്യാപ്പ് നമുക്കറിയാം β1 ക്യാപ്പ് പ്ലസ് β2 ക്യാപ്പ് xi ആണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, ഈ YIയിൽ നിന്ന് ഇത് YI ക്യാപ്പിന് പകരം നമ്മളിവിടെ β1 β2 എഴുതുമ്പോൾ, β1 ക്യാപ്പും β2 ക്യാപ്പും എഴുതുമ്പോൾ it becomes YI മൈനസ് β1 ക്യാപ്പ് മൈനസ് β2 ക്യാപ്പ് xi. ഓക്കെ, സോ UI ക്യാപ്പ് എന്ന് പറയുന്നത് റെസിഡ്യൂവൽ ആണ്, എറർ ടൈം ആണ്. അത് ആക്ച്വൽ വാല്യൂവും എസ്റ്റിമേറ്റഡ് Y വാല്യൂസും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഈ എററിനെ മിനിമൈസ് ചെയ്യലാണ് നമ്മളുടെ ലക്ഷ്യം. ഈ ആക്ച്വൽ എസ്റ്റിമേറ്റഡ് Y വാല്യൂസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ഏറ്റവും മിനിമൈസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. എററിനെ ഏറ്റവും മിനിമൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ UI ക്യാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ ആക്കി മാറ്റുക. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും. UI ക്യാപ്പിനെ സ്മോൾ ആക്കുക എന്ന് പറയുന്നത് UI ക്യാപ്പിന്റെ സിഗ്മ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി ഇറ്റ് വിൽ ബി 0. UI ക്യാപ്പിന്റെ സിഗ്മ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം കൊടുത്തത്. ഇവിടെ ഒരു ഡിസ്റ്റൻസ് കൂടുതലാണ്, ഇവിടെ ഡിസ്റ്റൻസ് കുറവാണ്, ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇതിനെല്ലാം സം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഈക്വൽ വെയിറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 0 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വേറൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ എററിനെ നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തോർക്കുന്നുണ്ടോ? നമ്മൾ സം ചെയ്യുന്നതിന് മുൻപ് എററിനെ എന്ത് ചെയ്യും, ഇത് എല്ലാം സം ചെയ്തപ്പോൾ 0 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് പിന്നെ സം ചെയ്യുന്നത്, ഈ കൃത്യമായിട്ട് അറിയാനായിട്ട്? എല്ലാവരും മറന്നുപോയോ? യെസ്, നമ്മൾ സ്ക്വയർ ചെയ്തതിന് ശേഷം സം ചെയ്യും. സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റ് വെയിറ്റ് എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ വെയിറ്റ് ആയിരിക്കില്ല. അവരുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്നതിന് കൂടുതൽ വെയിറ്റും ഡിസ്റ്റൻസ് കുറയുന്നതിന് കുറച്ച് വെയിറ്റ് കിട്ടും.
അപ്പൊ നമുക്ക് രണ്ട് SRFകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. രണ്ട് SRF കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് UI സ്ക്വയറിന്റെ സം രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് അത് ഏറ്റവും കുറവുള്ള അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, ആ കൂട്ടത്തിൽ കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ആയിട്ടുള്ള SRF എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, രണ്ട് SRF എടുത്തിട്ട്, രണ്ട് SRF എന്ന് പറഞ്ഞാൽ രണ്ട് സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ, അത് എടുത്തിട്ട് നമ്മൾ രണ്ടിൻ്റെയും എററിനെ സ്ക്വയർ ചെയ്ത് സം ചെയ്താൽ അതാണ് ലീസ്റ്റ് സ്ക്വയർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എററിന്റെ സ്ക്വയറിന്റെ ലീസ്റ്റ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ആ രണ്ട് സാമ്പിൾ എടുത്ത് രണ്ട് സാമ്പിളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന SRF ഏറ്റവും ഏതാണ് അതിൽ ബെറ്റർ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയർഡ് എറർ, ലീസ്റ്റ് ആയിട്ടുള്ള സ്ക്വയർഡ് എററിന്റെ സം സിഗ്മ UI ക്യാപ് സ്ക്വയർ, ആ സ്ക്വയർഡ് എററിന്റെ സം മിനിമം ആയിട്ടുള്ള SRF ആയിരിക്കും, അല്ലെങ്കിൽ ലീസ്റ്റ് ആയിട്ടുള്ള SRF ആയിരിക്കും ആ കമ്പാരിറ്റീവ്ലി ബെറ്റർ SRF. ഇത് നമ്മൾ പറഞ്ഞതാണ്, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഈ എറർ എന്തിന്റെ ഫംഗ്ഷനാണ്? ഈ എറർ എന്ന് പറയുന്നത് സിഗ്മ UI ക്യാപ് സ്ക്വയർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിപ്പെൻഡന്റ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഈ എററിന്റെ സ്ക്വയറിന്റെ സം, ദ സം ഓഫ് സ്ക്വയർഡ് എറേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് β1 ക്യാപ് ആൻഡ് β2 ക്യാപ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ടേബിൾ നമ്മൾ എടുത്തത്. അതായത് ഈ ടേബിളിൽ നമുക്ക് രണ്ട് β1ഉം β2ഉം തന്നിട്ടുണ്ട്. β1 β2 നമുക്ക് രണ്ട് വാല്യൂസ് വെച്ച് തന്നിട്ടുണ്ട്. ഒരു വാല്യൂ എന്ന് പറയുന്നത് 1.572 ആണ് β1 ക്യാപ്, വേറൊരു വാല്യൂ എന്ന് പറയുന്നത് 1.357 ആണ് β1 β2 ക്യാപ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ UI ക്യാപ് സ്ക്വയർ കാണാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് കാണാൻ പറ്റുക? നമ്മുടെ ഇക്വേഷൻ എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഈ ഭാഗം നോക്കി അറിയാൻ പറ്റും. എസ്റ്റിമേറ്റഡ് YI ക്യാപ് ഈസ് ഇക്വൽ ടു β1 ക്യാപ് പ്ലസ് β2 ക്യാപ് XI. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ β1 ക്യാപ്പും β2 ക്യാപ്പും നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം, എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ, ഈ ഒരു കാര്യം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് XI YI വാല്യൂസ് നമുക്ക് അറിയാൻ പറ്റും. എന്താണ് XI YI വാല്യൂസ് നമുക്ക്? കാരണം നമ്മൾ ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഡാറ്റയും ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡാറ്റയും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. സോ YI ആൻഡ് XI ആർ നോൺ ടു അസ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഓൾറെഡി β1 ക്യാപ്പ് β2 ക്യാപ്പ് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് YI ക്യാപ്പ് നമുക്ക് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ആക്ച്വൽ YI ആണ്, ഇത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന YI ആണ്. ഈ YI ക്യാപ്പിനെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്? ഈ വാല്യൂ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 1.572 പ്ലസ് 1.357 മൾട്ടിപ്ലൈഡ് ബൈ 1. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മളിവിടെ നടത്താം. 1.357 മൾട്ടിപ്ലൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.357 പ്ലസ് 1.572, then we will get 2.929. നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ സം, ഇവിടെ നമ്മൾ സം ചെയ്യുന്ന ഈ സം എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെ ഫംഗ്ഷനാണ്. അത് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോകും. സോ UI ക്യാപ്പിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് which is a function of β1 ക്യാപ് ആൻഡ് β2 ക്യാപ്. ഇത് ഈ ടേബിളിലൂടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ YI ക്യാപ്പ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ XIക്ക് പകരം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് പ്ലസ് 1.357 മൾട്ടിപ്ലൈഡ് ബൈ 4. ഈ XIക്ക് നമ്മളവിടെ 4 കൊടുക്കും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് 7 കിട്ടും. ദെൻ നമ്മൾ XIക്ക് പകരം 5 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8.357 കിട്ടും എസ്റ്റിമേറ്റ് ചെയ്ത്. 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9.714 കിട്ടും.
അപ്പൊ ഇത് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂസ് ആയിരുന്നു. ഇത് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ആണ് YI ക്യാപ്. ഇത് ഫസ്റ്റ് പ്രോബ്ലം, ഫസ്റ്റ് രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ 1 കൊടുത്തിരിക്കുന്നത്. ഇനി എറർ എന്ന് പറയുന്നത് എന്താണ്? UI ക്യാപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. UI ക്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ YI മൈനസ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ YI ആൻഡ് YI ക്യാപ്പ്. അപ്പോൾ 4 മൈനസ് 2.929 ആണ് എറർ. ദിസ് ഈസ് ദ എറർ. 5 മൈനസ് 7 ആണ് ഇവിടുത്തെ എറർ, -2. 7 മൈനസ് 8.357 ആണ് ഇവിടുത്തെ എറർ. 12 മൈനസ് 9.714 ആണ് ഇവിടുത്തെ എറർ. അപ്പൊ നമുക്കറിയാം ഇവിടെ 2 നെഗറ്റീവ് വാല്യൂസും 2 പോസിറ്റീവ് വാല്യൂസും ഉണ്ട്. കാരണം എന്താണ്? ഇത് പോസിറ്റീവ് ആണ്, കാരണം 4ൽ നിന്നാണ് 2.929 കുറക്കുന്നത്. അതുകൊണ്ട് ഹിയർ വി ഗെറ്റ് എ പോസിറ്റീവ് വാല്യൂ. ഹിയർ 5 മൈനസ് 7 ആണ്. ഇവിടെ ഇത് ആക്ച്വൽ Y കുറവാണ്, എസ്റ്റിമേറ്റഡ് Y കൂടുതലാണ്. സോ ഹിയർ -2 ആണ്. ഇപ്പൊ ഇങ്ങനെ നമുക്ക് 2 നെഗറ്റീവ് വാല്യൂസും 2 പോസിറ്റീവ് വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഇതിനെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അപ്പൊ സിഗ്മ UI എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെല്ലാം സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നിങ്ങളൊന്ന് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ നമുക്ക് ഇവിടെ 0 കിട്ടും. അപ്പൊ നമുക്ക് 0 നമുക്കൊരു ഏതാണ് ഒരു കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. 2 മോഡലിന്റെ സിഗ്മ U എടുത്തു കഴിഞ്ഞാൽ സിഗ്മ UI ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ 2ന്റെയും 0 ആണെങ്കിൽ വി കാൻ നോട്ട് കമ്പയർ വിച്ച് മോഡൽ ഈസ് ബെറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തും അതിന്റെ സ്ക്വയർ കാണും. സോ ഇതിന്റെ സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ കണ്ടത്. 2ന്റെ സ്ക്വയർ ആണ് 4, 1.357ന്റെ സ്ക്വയർ ആണ് 1.841. അപ്പൊ എല്ലാം നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് ആയി മാറി അല്ലെ. നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. സോ നമ്മൾ അതിനെ സം ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ സിഗ്മ UI ക്യാപ് സ്ക്വയർ കിട്ടി. ഇനി ഇതാണ് നമ്മൾ വേറൊരു മോഡലായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇനി ഈ ഭാഗം തുടങ്ങിയിട്ട് വേറെയാണ്. 6, 7, 8 എന്ന് പറയുന്നത് β1ന്റെ വാല്യൂ 3യും β2ന്റെ വാല്യൂ 1ഉം ആണെങ്കിലുള്ള അവസ്ഥയാണ്. എക്സും വൈയും സെയിം ആണ്. സോ എക്സും വൈയും അല്ല ഈ എററിനെ സ്വാധീനിക്കുന്നത്, മറിച്ച് എന്താണ്? β1ഉം β2 ആണെന്ന് പറയാൻ വേണ്ടിയാണ് എക്സ് വൈനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നതെങ്കിലും എറർ തീരുമാനിക്കുന്നത് ഇതിന്റെ ഇടയിലുള്ള വൈയും എക്സും വൈയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ β1 ക്യാപ്പും β2 ക്യാപ്പും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ വൈയും YI ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം, അതായത് എറർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദിസ് β1 ആൻഡ് β2. ദാറ്റ് ഈസ് വാട്ട് വി സെറ്റ് ഹിയർ. ഓക്കെ. സോ ഇവിടെ നമുക്ക് β1 3യും β2 ക്യാപ്പ് 1ഉം ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ടേബിൾ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. വീട്ടിലിരുന്നിട്ട് പേജ് നമ്പർ 61 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 60 ആണ് പേജ് നമ്പർ. സോ നിങ്ങൾ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് കാര്യമായിട്ട് ഇത് മനസ്സിലാവും. ഓക്കെ. ഇനി അടുത്തൊരു കേസ് നമ്മൾ β1 3 ആയിട്ട് കൊടുക്കുന്നു, β2 1 ആയിട്ട് കൊടുക്കുന്നു. ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് β1 3യും β1 1ഉം എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ സപ്പോസ് നമുക്ക് കിട്ടിയെന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ചു, പക്ഷെ ആ മെത്തേഡ് കറക്റ്റ് അല്ല. 3യും 1ഉം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി? ഇവിടെ ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഇക്വേഷൻ, എസ്റ്റിമേറ്റഡ് വൈഡ് ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? β1 ക്യാപ് പ്ലസ് β2 ക്യാപ് xi എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എസ്റ്റിമേറ്റഡ് YI ക്യാപ് ഈസ് ഈക്വൽ ടു β1 ക്യാപ് പ്ലസ് β2 ക്യാപ് xi. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് ലീനിയർ ഇക്വേഷൻ, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ. ഇറ്റ് ഈസ് സിമ്പിൾ ബിക്കോസ് ഓൺലി വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് there, that is xi. ഓക്കെ. ഇനി β1 ക്യാപ്പ് 3യും β2 ക്യാപ്പ് 1ഉം ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും എസ്റ്റിമേറ്റഡ് y കിട്ടുക? 6 എങ്ങനെയാണ് കിട്ടുക? 6 കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 × 1 ഈസ് ഈക്വൽ ടു 1. ഈ xi എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. xi നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് YI ക്യാപ്പ്, YI ഫൈൻഡ് ചെയ്യല്ല, YI ക്യാപ്പ് ഫൈൻഡ് ചെയ്യാം. സോ 3 പ്ലസ് 1 × 1, ഇവിടെ 1 × 1 is it will be 1. So 1 plus 3 is equal to 4. This is our YI cap. ഇനി ഇതാണ് അടുത്ത ഇക്വേഷൻ. 3 β1 ആണ്, β2 ക്യാപ്പ് എന്ന് പറയുന്നത് 1 ആണ്. സോ 3 × 1 multiplied by 4. So 1 multiplied by 4 will be 4. 4 plus 3 is equal to 7.
ഇത് ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ 7 കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കാം 5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ എക്സിന് പകരം നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ മൾട്ടിപ്ലൈ 5 വിത്ത് 1. സോ ഇറ്റ് വിൽ ബി 5. 5 plus 3 is equal to 8. So we get 8 here. ഇനി xi എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ 3 plus 1 into xi എന്ന് പറയുന്നത് 6 ആണ്. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് xi വിത്ത് 6. സോ 6 multiplied by 1 is equal to 6. 6 plus 3 is equal to 9. സോ നമുക്ക് എസ്റ്റിമേറ്റഡ് yi വാല്യൂസ് കിട്ടും. ഇനി ഇതാണ് നമ്മുടെ ആക്ച്വൽ yi വാല്യൂസ്. ഈ ആക്ച്വൽ yi വാല്യൂസും എസ്റ്റിമേറ്റഡ് yi വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ui എന്ന് പറയുന്നത്. സോ 4 minus 4 is equal to 0. 5 minus 7 is equal to -2. 7 minus 8 is equal to -1. 12 minus 9 is equal to 3. When we sum together these arrays, we get 0. സോ നമ്മൾ ഈ രണ്ട് ui തമ്മിൽ കമ്പയർ സിഗ്മ ui തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ both are 0. So we cannot decide which beta 1 and which beta 2 is better. Estimated betas are better. So we take the sum. We take the square. So 0 into square is 0. Minus 2 into square is 4. Minus 1 into square 1. 3 into square 9. When we sum together this, we get 14. 9 plus 1, 10. 10 plus 4, 14. Here when we sum together all these squared arrays, we get 12.214. So നമുക്ക് എന്ത് മനസ്സിലായി? ഈ എററിന്റെ എസ്റ്റിമേറ്റഡ് എറർ സ്ക്വയർ സം എന്ന് പറയുന്നത് ബീറ്റ 1 ക്യാപ്പിനെയും ബീറ്റ 2 ക്യാപ്പിന്റെയും ഫംഗ്ഷനാണ്. ഇതിന്റെ ഫംഗ്ഷൻ അല്ല. കാരണം ഈ സംഭവം സെയിം ആണ്. എറർ പക്ഷേ ഈ എറർ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബീറ്റ 1 ബീറ്റ 2 ആയതുകൊണ്ടാണ്. ഈ എററിന്റെ സ്ക്വയർ കിട്ടാൻ കാരണം എന്ന് പറയുന്നത് ഈ ബീറ്റ 1 ക്യാപ്പും ഈ ബീറ്റ 2 ക്യാപ്പും ആയതുകൊണ്ടാണ്. എക്സും വൈയും സെയിം ആണ് ബോത്ത് കേസിലും. സോ നമുക്കിവിടെ എന്താണ് മനസ്സിലായത്? ഏത് ബീറ്റ 1 ക്യാപ്പും ഏത് ബീറ്റ 2 ക്യാപ്പിന്റെയും വാല്യൂസ് ആണ് ഈ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ വൺസ്? ഫസ്റ്റ് വൺ, അതായത് ബീറ്റ 1 ക്യാപ്പ് 1.572 ബീറ്റ 2 ക്യാപ്പ് 1.357. അതിന് കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് സിഗ്മ ui cap square here in the first case, that is 1. This is sigma ui cap square in the second case, that is why it is called here 2. Here this one is less than this one. That's why we consider these two beta 2s are better than the second case. So this is a main point. This is our main point. Sigma ui cap square is a function of beta 1 cap and beta 2 cap. xi y values എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ ഇതിന്റെ വാല്യൂസ് വ്യത്യാസപ്പെടുത്തുന്നതനുസരിച്ച് ഈ എറർ സ്ക്വയറിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് സ്ക്വയർഡ് സം ഓഫ് എറർ. സ്ക്വയർഡ് സം ഓഫ് എറർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് intercept coefficient estimator and estimator of beta 2, that is slope coefficient. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനിയാണ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ വൈറ്റ് ബോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഫോളോ ചെയ്യുക കേട്ടോ. ഇനി എഴുതിയെടുക്കുകയും ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീറ്റ 1 ക്യാപ്പിന്റെയും ബീറ്റ 2 ക്യാപ്പിന്റെയും, നമ്മൾ പറഞ്ഞു ബീറ്റ 1 ക്യാപ്പ് ഈസ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ 1, ബീറ്റ 2 ക്യാപ്പ് ഈസ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ 2. എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ എസ്റ്റിമേറ്റർ? ഫോർമുല. യെസ്, ഇറ്റ് ഈസ് ഫോർമുല. ഫോർമുല ഫോർ ഫൈൻഡിങ് ബീറ്റ 1. ഒരു സാമ്പിൾ എടുത്താൽ, ഒരു സാമ്പിൾ, നമ്മൾ 2-3 സാമ്പിൾ അല്ല, ഒരു സാമ്പിൾ എടുത്താൽ ആ സാമ്പിളിൽ നിന്ന് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള
β1 ക്യാപ്പും β2 ക്യാപ്പും ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പല പല β1ഉം β2ഉം മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാമ്പിളിൽ നിന്നാണ് ഒരു സാമ്പിൾ, ഇവിടെ പല സാമ്പിളിൽ നിന്നല്ല. ഇപ്പൊ ഇത് ഒരു സാമ്പിളാണ് അല്ലെ, ഒരു സാമ്പിളാണത്, ഇതൊരു സാമ്പിൾ അല്ലേ, അതായത് YIന് XIന് നമ്മൾ ഒരു സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ β1ന്റെയും β2ന്റെയും വാല്യൂസ് ഇങ്ങനെ മാറി 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 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ പല പല വാല്യൂസ് ആണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇപ്പൊ സപ്പോസ് ഇതാണ് ബാക്കിയുള്ള എല്ലാം β1ഉം β2ന്റെ വാല്യൂ നമ്മൾ റാൻഡംലി ഓരോന്ന് കൊടുത്ത് കൊടുത്ത് നോക്കിയിട്ട് ഇതാണ് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് കിട്ടുന്നത് വിചാരിക്കാം, 12.214. അപ്പൊ നമ്മൾ ഇതിനെ ഈ ഒരു ഇക്വേഷൻ ആണ് ഏറ്റവും പെർഫെക്റ്റ് ഇക്വേഷൻ നമ്മൾ പറയും, 1.572. അതല്ല ഇതെല്ലാം ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ഇക്വേഷൻ. പക്ഷെ നമുക്ക് അങ്ങനെ ഈ റാൻഡംലി β1ഉം β2ന്റെ വാല്യൂസ് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് വളരെ ടൈം വേണം, ഭയങ്കര എനർജി വേണം. അത് ടയർസമാണ്, ടെഡിയസ് വർക്കാണ്. ദാറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. സോ ഈസ് ദർ എനി ഷോർട്ട് കട്ട്? ഈ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള β1ഉം β2ഉം ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ? ആൻഡ് ദർ ഈസ് ഷോർട്ട് കട്ട്. ദാറ്റ് ഷോർട്ട് കട്ട് മെത്തേഡ് ഈസ് കോൾഡ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അപ്പൊ അതാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് എന്താണ്? സിഗ്മ UI ക്യാപ് സ്ക്വയർ. ഇതിന് മിനിമം ആയിട്ട് കിട്ടുന്ന β1ന്റെയും β2ന്റെയും വാല്യൂ വേണം അല്ലെ. ഇതിനെ ഏറ്റവും മിനിമം ആക്കുന്ന β1 ക്യാപ്പ് β2 ക്യാപ്പിന്റെ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ ഞാൻ ഈ ഒരു കാര്യത്തെ പല രീതിയിലും നമുക്ക് എഴുതാനായിട്ട്, വേറെ രീതിയിൽ എഴുതുക, ഇങ്ങനെ എഴുതാറുണ്ട്, എറർ എന്നുള്ള രീതിയിലും എഴുതാറുണ്ട്. സിഗ്മ ക്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി EI സ്ക്വയർ എന്ന് എഴുതാറുണ്ട്. അതായത് യു ക്യാപ്പ് എന്നുള്ളതൊക്കെ ഒഴിവാക്കി EI സ്ക്വയർ എന്നും കൂടി എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇറ്റ് ഡസന്റ് മാറ്റർ, രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ എല്ലാ രീതിയും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മ EI, എറർ എന്നുള്ള അർത്ഥമാണ് EI സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് ശരിക്കും ഇത്? സിഗ്മ എറർ എന്ന് പറയുന്നത് നമുക്കറിയാം YI മൈനസ് YI ക്യാപ്പ്. ഇത് സ്ക്വയർ ആണ് അല്ലെ. ഇതാണ് UI എന്ന് പറയുന്നത്, YI മൈനസ് YI ക്യാപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സ്ക്വയർ ചെയ്തു. ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എഴുതി പോവാ കേട്ടോ. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യണമെങ്കിൽ സിഗ്മ YI മൈനസ് ഈ YI ക്യാപ്പ് എന്ന് പറഞ്ഞേ. YI ക്യാപ്പ് എന്താണ്? β1 ക്യാപ്പ് പ്ലസ് β2 ക്യാപ്പ് XI. അപ്പൊ നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ഇതപ്പോ? β1 cap minus yes, minus β1 cap minus β1 cap 2 XI β2 cap XI. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സ്ക്വയർ ഇടണം അല്ലെ, കാരണം ഇത് UI ആണ്.
ഇത് UI ക്യാപ്പ് അല്ലെങ്കിൽ EI ആണ്. ഓക്കെ, നമ്മൾ ഇതിന് പകരം വേറൊരു കാര്യം എഴുതി മാത്രമേ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സിഗ്മ UI ക്യാപ്പ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. UI ക്യാപ്പ് സ്ക്വയർ ആണ്, അതുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇതിനെ മിനിമൈസ് ചെയ്യാം. അപ്പൊ ഇത് തന്നെയാണ് ഇത് കേട്ടോ, ഈ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ഇത് മുകളിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ അതിനെ മിനിമൈസ് ചെയ്യാം. നമ്മൾ അതിനെ മിനിമം ആക്കാനായിട്ടൊരു നെസസറി കണ്ടീഷൻ ഉണ്ട്. ആ നെസസറി കണ്ടീഷന്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ബി ഈക്വൽ ടു 0. ഇതിന്റെ നമ്മൾ β1 ക്യാപ്പ് വെച്ചും β2 ക്യാപ്പ് വെച്ചും നമ്മളിതിനെ partially derivate ചെയ്ത് if that is equal to 0, then this error will be 0. എററിന്റെ സം 0 ആയിരിക്കും, സ്ക്വയർഡ് എററിന്റെ സം 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ തുടങ്ങി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കും. കാരണം എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്? എന്താണ്? ഇതാണ് നമ്മുടെ സിഗ്മ. ഞാൻ എററിന് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. എററിന്റെയാണ് ഇ എന്ന് കാണിച്ചിരിക്കുന്നത്, എററിന്റെ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് സെയിം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് മിനിമം ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഡെറിവേറ്റീവ് സിഗ്മ EI square with respect to this β1 cap. That should be β1 cap is equal to എന്താകണം? 0 ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് EI square സിഗ്മ EI square with respect to the derivative of β1 cap is equal to 0. അടുത്ത കണ്ടീഷൻ എന്താണ്? അതുപോലെ സിഗ്മ ഇവിടെ സിഗ്മ ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് സിഗ്മ EI സ്ക്വയർ, അതായത് ഇത് തന്നെയാണ് ഒരു സംഭവം. അതായത് ഈ കാണുന്നതാണ് with respect to this β2 should be equal. കാരണം എന്താണ്? Because sigma UI cap square or EI square is a function of എന്തിന്റെ ഫംഗ്ഷൻ ആണ്? It's a function of this β1 cap and β2. β1 cap and β2 cap. Okay, so derivative of sigma EI square with respect to derivative of β2 cap should be equal to 0. നിങ്ങൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭാഗ്യം. സാർ ഇപ്പൊ പറഞ്ഞോടി പറയോ? ഇപ്പൊ പറഞ്ഞത് ഓക്കെ പറയാം. ഇപ്പൊ ഈ ഇവിടെ തുടങ്ങിയിട്ട് പറയണേ UI ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് സിഗ്മ EI, നമ്മൾ വേറൊരു പേര് വിളിച്ചു എന്ന് പറയാം. ഈ UI ക്യാപ്പിന് പകരം നമ്മൾ EI സ്ക്വയർ എന്ന് വിളിച്ചു. ഇനി അത് ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സിഗ്മ EI സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ YI മൈനസ് Y ക്യാപ്പ് ഹോൾ സ്ക്വയർ. ഇത് മനസ്സിലായോ? ഈ സെക്ഷൻ മനസ്സിലായോ? ഇതെന്താണ്? YI മൈനസ്, കാരണം അതാണ് എറർ എന്ന് പറയുന്നത് അല്ലേ? മനസ്സിലായി. ഓക്കെ, ഇനി ഈ YI ക്യാപ്പിന് പകരം നമ്മൾ എന്ത് ചെയ്തു? β1 മൈനസ് β2 xi ഹോൾ സ്ക്വയർ എന്ന് ചെയ്തു. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇതിനെ മൈനസ് ചെയ്യുക, ഇതിനെ മിനിമം ആക്കുക എന്നുള്ളതാണ് അല്ലെ? ഇതെന്തിന്റെ ഫംഗ്ഷൻ? സിഗ്മ EI ക്യാപ് സ്ക്വയറിനെ മിനിമം ആക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എറർ. ഇത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഇത് രണ്ടിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ മിനിമം ആക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്
നമുക്ക് പറഞ്ഞു നമുക്ക് ഈ ഇതിനൊക്കെ ഓരോരോ വാല്യൂ കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് മിനിമം ആക്കാൻ പറ്റില്ല. വി ഹാവ് ടു അപ്ലൈ ഷോർട്ട് കട്ട് മെത്തേഡ്. ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഇതാണ്. ഇതിന്റെ ഇത് വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ദ ഡെറിവേറ്റീവ് ഓഫ് ബീറ്റ 1 ക്യാപ് ഷുഡ് ബി 0, ഈക്വൽ ടു 0. കണ്ടീഷനാണ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇതിന് ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ ബീറ്റ 2 ഷുഡ് ബി 0. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് കണ്ടീഷൻ. നമുക്ക് മിനിമം ആക്കാനായിട്ട് ഇത് വെച്ച് വിത്ത് റെസ്പെക്ട് ടു ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ ഷുഡ് ബി 0 ആൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ ഷുഡ് ബി 0. മനസ്സിലായി. ഓക്കെ, ഇനി സിഗ്മ ഇത് നമ്മൾ നോക്കിയാണ്. ഇതിനെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് എഴുതുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നത് ഇതാണ് ഇ ഐ ക്യാപ് സ്ക്വയർ, നമുക്കറിയാലോ. അപ്പോൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം എടുക്കുകയാണ്. ഇത് നമുക്ക് പിന്നീട് എടുക്കാം. അത് നമ്മൾ ഈ ഭാഗം എടുക്കാം. ഓക്കെ, സോ ഇതിനെ ഞാൻ എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദിസ് വൺ ഈസ് ഡെറിവേറ്റീവ് ഓഫ് സിഗ്മ ഇതിന് പകരം ഞാൻ ഈ ഇക്വേഷൻ എഴുതുകയാണ്. ഇതും സെയിം ആണല്ലോ. ഓക്കെ, മൈനസ് beta 1 cap minus beta 2 cap x whole square, because this is divided by എന്ത് ചെയ്തു നമ്മൾ this one അല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് with respect to this one, partial derivation beta 1 here. Okay, that should be equal to 0 അല്ലേ? ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് ഇത് തന്നെ, ഈ കാര്യം തന്നെ ഞാൻ എലാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇത്. ദിസ് വൺ ഈസ് ഈക്വൽ ടു 0. അതായത് ഈ എഴുതിയിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഓക്കെ സർ. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, so these two will be come down here, sigma. നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ ഇതേപടി തന്നെ എടുത്ത് എഴുതും, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് yl minus beta 1 cap minus beta 2 cap xi say into, ഇനി ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 1 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? അപ്പൊ n into x raised to n minus 1 അല്ലേ? മൈനസ് ഇത് 1 ആയിട്ട് വരും അല്ലേ? അപ്പൊ മൈനസ് 1. ഓക്കെ, that is equal to 0. ഓക്കെ, നമ്മൾ ഇതിനെ റീഫ്രേസ് ചെയ്ത് എഴുതുമ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത്? എനിക്ക് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല, എങ്കിലും അറിയാം. നമുക്ക് n into നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മൾ n into x raised to n minus 1 എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ 2-നെ നമ്മൾ എഴുതുന്നു. പിന്നെ ഈ ഇക്വേഷൻ റേസ് ടു സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ അതേപടി എഴുതിയതിനു ശേഷം നമ്മൾ ഇതിന്റെ
പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സോ ഇത് 0 ആവും, ഈ ഭാഗം 0 ആവും. ദിസ് ഈസ് 1 into raised to, this will become 1. This will become 1. So that is negative. This will turn into negative 1. Okay. Follow ചെയ്യുന്നുണ്ടോ? സാറേ ആ -1 ഇല്ലേ, ആ, അത് ഒന്ന് പറയോ? അത് എങ്ങനെ? ഈ -1 ഇതാണ് -1 വരാൻ കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു β1 ക്യാപ്പിന്റെ അല്ലേ നമ്മൾ ഡെറിവേഷൻ കാണും. സോ ഇവിടെ 1 ആയി മാറും. ബാക്കിയുള്ള എല്ലാം 0. അതാണ് -1. ഓക്കെ. ഓക്കെ സർ. Then we will rewrite this equation. നമ്മൾ ഫോർമുല ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. So when we rewrite this equation, this will become -2 sigma yi minus β1 cap minus β2 cap xi that is equal to 0. Okay. Now നമ്മൾ ഇതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു β1 നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി നമുക്ക് β1ന്റെ which β1 will bring this ui cap square 0 അല്ലെങ്കിൽ മിനിമം, അതിന് മിനിമം ആക്കാനുള്ള കണ്ടീഷനാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി നമ്മൾ സിഗ്മ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഈ 2 ഇനി ഇഗ്നോർ ചെയ്യാനായിട്ട് -2 നമ്മൾ ഇനി തുടങ്ങിയിട്ട് ഇഗ്നോർ ചെയ്യാം. സിഗ്മ yi cap, we are multiplying the sigma to this one, so minus sigma β1 cap minus, we are multiplying this with this one, so β2 cap sigma xi sigma xi that is equal to 0. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. സർ. എഴുതുന്നുണ്ട് സർ. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഡോണ്ട് വറി. നമ്മൾ ഫസ്റ്റ് ഈ സ്റ്റെപ്പുകളെല്ലാം പറഞ്ഞു പോവുകയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിഗ്മ yi ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിനെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാണ്. ബിക്കോസ് ഹിയർ വി ഹാവ് 0, then we can bring all this part into the right hand side. So it will become positive value. Sigma β1 cap. നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരും. പ്ലസ് β2 cap sigma xi. സോ നമ്മൾ ഈ ഭാഗത്തെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ് സിഗ്മ β1 cap പ്ലസ് β2 സിഗ്മ xi. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
നമ്മൾ ഈ ഒരു ഇക്വേഷൻ സിഗ്മ ബീറ്റ വൺ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിന് ഒറ്റ വാല്യൂ ഉള്ളൂ, ബീറ്റ വൺ ക്യാപ്പ്. സോ നമുക്ക് സിഗ്മ ബീറ്റ വൺ ക്യാപ്പിനെ നമുക്ക് റീഫ്രേസ് ചെയ്ത് n ഇൻറ്റു ബീറ്റ വൺ ക്യാപ്പ് എന്ന് എഴുതാനായിട്ട് പറ്റും. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബീറ്റ വൺ. ദിസ് ഈസ് സെയിം, എല്ലാത്തിനും കോൺസ്റ്റന്റ് ആണ്. സപ്പോസ് 5 എന്നുള്ളൊരു വാല്യൂ ആണ് എങ്കിൽ 5 നമുക്ക് 5 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിന്റെ സിഗ്മ എത്രയായിട്ട് വരും? 25 അല്ലേ? ഓക്കെ, കാരണം ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് റീഫ്രേസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും? n ഇൻറ്റു ദ വാല്യൂ, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. n എന്ന് പറയുന്നത് 1 2 3 4 5 5 into, because it is a constant, that constant number is 5. So 5 into 5, that is equal to 25. അപ്പൊ അതുകൊണ്ടാണ് സിഗ്മ ബീറ്റ വൺ ക്യാപ്പിനെ നമ്മൾ n മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ വൺ ക്യാപ്പിനെ. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാം. മനസ്സിലായോ? ഈ ഭാഗം മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ സിഗ്മ വൈ ഐ ഈസ് ഇക്വൽ ടു n beta 1 cap plus this is beta 2 cap. Okay, beta 2 cap sigma xn. ഓക്കെ, ഇനി രണ്ട് രീതിയിൽ നമുക്ക് ബീറ്റ വൺ ക്യാപ്പ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോ ഗുജറാത്തിയുടെ ബുക്കിൽ ചെയ്തിരിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതിനെ നമ്മൾ നോർമൽ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. ഇത് ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ ആണ് സംഭവം. ഞാൻ ഒന്നുകൂടി ഇത് പറഞ്ഞുതരാം. ഒന്നുകൂടി ഞാൻ പറയാം. സോ ഗുജറാത്തിയുടെ ബുക്കിൽ ഈ രണ്ട് സൈഡിനെയും n വെച്ച് ഡിവൈഡ് ചെയ്യും. n നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യും ബീറ്റ വൺ ഫൈൻഡ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ബീറ്റ വൺ ഫൈൻഡ് ചെയ്യണം. ബീറ്റ വൺ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? n കളയണം. ഇതാണ് നമുക്ക് ബീറ്റ വൺ അല്ലേ? ഈ ബീറ്റ വൺ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ n ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകണം. എന്നാലും നമുക്ക് ബീറ്റ വൺ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏത് ബീറ്റ വൺ? സിഗ്മ യു ഐ ക്യാപ് സ്ക്വയറിനെ 0 ആക്കുന്ന ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? നമ്മൾ ഡെറിവേറ്റീവ് ചെയ്താണ് ബീറ്റ വൺ ക്യാപ് വെച്ചിട്ടാണ്. നമുക്ക് ബീറ്റ വൺ ഫൈൻഡ് ചെയ്യണം. ഏത് ബീറ്റ വൺ ആണ് നമുക്ക് ഏറ്റവും മിനിമം യു ഐ ക്യാപ് സ്ക്വയറിന്റെ സമ്മിനെ ഫൈൻഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ബീറ്റ വൺ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെല്ലാം n വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ ഇതിനെ n വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡിങ് ദ ബോത്ത് സൈഡ് ബൈ n, എന്നാൽ മാത്രമേ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എന്തായി മാറുന്നത്? സിഗ്മ വൈ ഐ ഡിവൈഡഡ് ബൈ n. n എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് വൈ ഐ. i is equal to 1 to n എഴുതാറുണ്ടല്ലോ നമ്മൾ. സോ നമ്മൾ ഇതിനെ n വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുക? എനിവൺ, ആർക്കെങ്കിലും പറയാം? സിഗ്മ വൈ ഐ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ n. എനിവൺ, ഇതിനെല്ലാം കൂടി ടോട്ടൽ ചെയ്തു. എന്നിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഈ നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന
വാല്യൂന് നമ്മൾ എന്താ പറയാ? മീനാണ്. യെസ്, ദാറ്റ് ഈസ് മീൻ. യു ആർ റൈറ്റ്. അപ്പൊ നമ്മൾ മീനിനെ നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മ yi ഡിവൈഡ് ബൈ n. അതിനെ നമ്മൾ മീനായിട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് സിമ്പിളാണ് കാണിക്കുക? വൈ ബാർ. മീനിനെ കാണിക്കുന്നത് മുകളിലൊരു ബാറ് നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ടാണ്. സോ വൈ ബാർ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു? n വെച്ച് ഡിവൈഡ് ചെയ്തു അല്ലേ? ഇസിക്കൽ ടു ഇവിടെ n പോയില്ലേ? β1 ക്യാപ്പ് ആയി. ഓക്കെ, നമുക്ക് β1 ക്യാപ്പ് ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ റീഫ്രേസിങ് നടത്തുന്നത്. ഇവിടെ നമുക്ക് β2 ക്യാപ്പ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ബാർ കിട്ടും. കാരണം സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ n. ഈ ഏരിയനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. വിച്ച് വിൽ ബി സെയിം. ദിസ് വിൽ ബി, ഇഫ് ദിസ് പാർട്ട് ഈസ് ഡിവൈഡഡ് ബൈ n, we can derive the same. If it is divided by n, we will get β2 cap x bar. ഇനി β2 ക്യാപ്പിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? അല്ല സോറി, β1 ക്യാപ്പിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? β1 ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? β1 ക്യാപ്പ് ഈസ് ഈക്വൽ ടു y bar minus yes, y bar minus β2 cap xi. x bar minus β2 cap x bar. Remember, it is x bar, not xi. This is x bar. So this is the β1 intercept coefficient which will minimize sigma ui cap square. ഒരു സാമ്പിളിൽ നിന്ന് ui cap സ്ക്വയറിനെ മിനിമൈസ് ചെയ്യുന്ന β1 ക്യാപ്പിന്, this is the β1 cap, this is the estimator, this is the formula. ഞാൻ അതിലേക്ക് ഒന്നുകൂടി വരാം. ഇത്രയും ഭാഗം ഒന്നുകൂടി വരാം. സിഗ്മ ui cap സ്ക്വയർ, നമ്മൾ അതിന് വേറൊരു പേര് വിളിച്ചു. നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ്. പല ടെക്സ്റ്റ് ബുക്കിൽ പല പേരുകളിലൊക്കെയാണ് സിഗ്മ ei cap സ്ക്വയർ എന്ന് എഴുതുന്നത്. സിഗ്മ ei cap സ്ക്വയർ ഇറ്റ് ഈസ് സെയിം ആസ് സിഗ്മ ui cap ei സ്ക്വയർ. സിഗ്മ ei സ്ക്വയർ ഈസ് സെയിം ആസ് സിഗ്മ ui cap സ്ക്വയർ. നമുക്കറിയാം this sigma ui cap square is a function of β1 cap and β2 cap. ഇതിന്റെ ഫംഗ്ഷൻ ആണിത്. അപ്പൊ ഇതിനെ മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to minimize this function with respect to all this one. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അതായത് ഈ ഒരു കാര്യത്തെ നമ്മൾ ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദിസ് ഈസ് ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു partially differentiated with respect to β1. So this is our first condition. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇത് നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യം നമുക്കിത് നോക്കാം. അപ്പോൾ സിഗ്മ ei സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് സിഗ്മ ei സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് β1. So we will is equal to 0. We'll bring out the β1 estimator which minimize sigma ei cap square. So അടുത്തത് നമ്മൾ ഈ ei cap square നമ്മൾ എലാബറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സിഗ്മ yi minus β1 cap minus β2 cap xi whole square ei square and the derivative with respect to β1 cap. That is equal to 0. This is our condition. Then നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുമ്പോൾ we will get 2 sigma x yi minus β1 cap minus β2 cap xi multiplied by minus 1.
this minus 1 is brought here and it becomes minus 2 sigma y yi minus beta 1 cap minus beta 2 cap xi is equal to 0. And now we, in order to derive the equation, we rewrite this into, we multiply this sigma with this equation. We are ignoring minus 2 from now onwards. Sigma multiplied by yi cap is equal to sigma yi minus sigma multiplied by minus beta 1 cap is equal to sigma beta 1 cap. Then sigma multiplied by this portion. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സിഗ്മ ബീറ്റ 1 ക്യാപ്പ് എക്സ് ഐ എന്ന് എഴുതാം, അതല്ലെങ്കിൽ ബീറ്റ 1 ക്യാപ്പ് ഇൻറ്റു സിഗ്മ എക്സ് ഐ. പോർട്സിയാനിസിന്റെ ഒരു ബുക്ക് ഉണ്ട് എക്കണോമെട്രിക്സിന്, അതിൽ സിഗ്മ ബീറ്റ 2 ക്യാപ്പ് എക്സ് ഐ എന്നാണ് അദ്ദേഹം മീൻസ് പോർട്സിയാനിസ്, അദ്ദേഹമല്ല എഴുതിയിരിക്കുന്നത്, ലേഡിയാണല്ലോ പോർട്സിയാനിസ്. സോ in either way it is same. ഓക്കെ, അപ്പൊ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇവിടെ സിഗ്മ ബീറ്റ 1 ഈ സിഗ്മ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ ബീറ്റ 2 ക്യാപ് എക്സ് ഐ എന്ന് എഴുതുന്നുണ്ട്. അതേസമയം ഗുജറാത്തിയുടെ ബുക്കിലും ഒക്കെ നമ്മൾ ബീറ്റ 2 ക്യാപ് സിഗ്മ എക്സ് ഐ ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഫൈൻഡ് കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. ഏത്, ഈ ഒരു ഭാഗത്തെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ സിഗ്മ വൈ ഐ ഈസ് ഇക്വൽ ടു, ഇത് പ്ലസ് ആയി ഇങ്ങോട്ട് കൊണ്ടുവരും, സിഗ്മ ബീറ്റ 1 ക്യാപ് when it is brought to right hand side plus beta 2 cap sigma xi. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ബീറ്റ 1 ക്യാപ്പ് വേണം അല്ലെ, ബീറ്റ 1 ക്യാപ്പ് വേണം. അപ്പൊ നമ്മൾ ഈ സിഗ്മയൊക്കെ നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തത്, എൻ ബീറ്റ 1 ക്യാപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എഴുതിയത്. ഇതിനെയാണ് നമ്മൾ എൻ ബീറ്റ 1 ക്യാപ്പ് എന്ന് എഴുതി. അത് അതിനെങ്ങനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റി, ഈ ബീറ്റ 1 ക്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ആ ഒരു അൺനോൺ ആണ്, പക്ഷെ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. നമ്മൾ ഈ എക്സ് ഐ എന്തോ വേണമെങ്കിലും മാറ്റാം, വൈ ഐ മാറ്റാം, പക്ഷെ ബീറ്റ 1ഉം ബീറ്റ 2ഉം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഈ ഇക്വേഷനിൽ. എക്സിന്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് വൈന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ബീറ്റ 1ഉം ബീറ്റ 2ഉം മാറില്ല. So once we find beta 1 and beta 2, that is a constant number. So ഇവിടെ ഇത് നോക്കാം, സിഗ്മ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ 5 5 5 5 5 5 5s ഉണ്ട് അല്ലെ, ഇവിടെ 5 കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ സിഗ്മ 5 ഐ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 25 കിട്ടി. അതിനെയാണ് നമ്മൾ സിഗ്മ, ഇവിടെ ഇത് 5 ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് 25 കിട്ടി. അതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, ഈ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് കോൺസ്റ്റന്റ്. നമ്പർ എത്രയാണ്, 5 എണ്ണം ഉണ്ട്, അതാണ് ഈ എൻ എഴുതിയിരിക്കുന്നത്. ഇത് 5 എണ്ണം ഉണ്ട്, 1 2 3 4 5, അതാണ് ആ 5 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ ദ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് ഈസ് ദ കോൺസ്റ്റന്റ് വേരിയബിൾ, ഇവിടുത്തെ വേരിയബിൾ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. സോ ദാറ്റ് 5, ദ വാല്യൂ ഈസ് 5, വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് വാല്യൂസ്, അതാണ് എൻ മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ 1 ക്യാപ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? സിഗ്മ ബീറ്റ 1 ക്യാപ്പിനെ നമ്മൾ എന്തുകൊണ്ട് എൻ ബീറ്റ 1 ക്യാപ്പ് എന്ന് എഴുതി, മനസ്സിലായോ അത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, വി ഡിവൈഡഡ് ബോത്ത് സൈഡ് ബൈ എൻ. രണ്ട് സൈഡിനെ നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ്. സോ ഇതിനെ നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ബാർ കിട്ടും. ഇതിനെ നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ 1 കിട്ടി. ഇവിടെ നമുക്ക് എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ ബീറ്റ 2 ക്യാപ് എക്സ് ബാർ കിട്ടി. So y bar is equal to beta 1 cap plus beta 2 cap x bar. So beta 1 cap is equal to y bar, ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മൈനസ് ബീറ്റ 2 cap x bar. This is our equation. ഇനി ഇത് വേറെ രീതിയിൽ നമുക്ക് ഇതിപ്പോ
ഗുജറാത്തിയുടെ ബുക്കിലാണ് ഇങ്ങനെ നമുക്ക് കാണുന്നത്. ഞാൻ വേറൊരു ഫോർത്ത് സയൻസിന്റെ ബുക്കിൽ ഞാൻ നോക്കിയപ്പോൾ വേറൊരു രീതി എടുക്കാം. അതുകൂടി ഒന്ന് കാണിച്ചു. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ്. അതായത് നമ്മൾ ഈ ഇക്വേഷനെ നമുക്ക് ഈ β1 ക്യാപ്പ് കിട്ടണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി സിഗ്മ yi മൈനസ് β1 ക്യാപ്പ് സിഗ്മ xi. സിഗ്മ yi മൈനസ് നമ്മൾ ഇത് എന്ത് ചെയ്തു, ഈ ഭാഗത്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് β2 ക്യാപ്പ് സിഗ്മ xi. നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു n β1 ക്യാപ്പ്. സോ നമുക്ക് ഇനി β1 ക്യാപ്പ് ഇത് കോഡ് സയൻസിന്റെ ബുക്കിൽ കണ്ടാണ്. β1 ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിട്ട് വരും? β1 ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? yi bar മൈനസ് നമ്മൾ ഇങ്ങനെ ചെയ്യും അല്ലെ? സിഗ്മ yi മൈനസ് n മൈനസ് β2 ക്യാപ്പ് സിഗ്മ xi by n. സോ നമുക്ക് എന്ത് കിട്ടും? ഈ സെയിം റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് y ബാർ മൈനസ് β2 ക്യാപ്പ് x bar. So this is how β1 cap is derived. ഇനി സ്റ്റുഡൻസ് എനിക്ക് ഇത് നിങ്ങൾ പഠിക്കുക. ഇതില് നിങ്ങൾ ഈ അവസാനത്തെ ഇക്വേഷൻ എഴുതിയാലും നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ഇതിന്റെ ഡെറിവേഷൻ പഠിക്കുന്നത് നല്ലതായിരിക്കും പരീക്ഷയ്ക്ക്. β1 cap is equal to y bar minus β2 x bar എന്ന് എഴുതിയാലും ദാറ്റ് ഈസ് ഫൈൻ. ആരും ഡെറിവേഷൻ മാത്രമായിട്ട് ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല പരീക്ഷയ്ക്ക്. പക്ഷേ we have to understand how this equation is derived. And this is how the equation is derived. This is the steps described in Kotsianis and also in Gujarati's book. ഗുജറാത്തിയുടെയും കോട്സിയാനിസിന്റെയും പിന്നെ വേറൊരു ബുക്ക് കൂടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതൊരു സിമ്പിൾ ബുക്കാണ്. എസ് ശ്യാമള ആൻഡ് നവദീപ് കൗർ, ഒരു ഗൈഡ് ബുക്കാണ് എക്കണോമെട്രിക്സിന്റെ. ആ ഒരു ബുക്കിലും ഈ മെത്തേഡ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ചില ബുക്കുകളിലൊക്കെ ഈ മെത്തേഡ് നമുക്ക് ഈ കാൽക്കുലസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെയുള്ള എക്കണോമെട്രിക്കൽ ബുക്കുകളുണ്ട്. അങ്ങനത്തെ ബുക്കുകളൊക്കെ ആണെങ്കിൽ ഈ ഡെറിവേഷൻ ഒന്നും തരില്ല, വെറുതെ ഈ ഇക്വേഷൻ മാത്രമേ തരൂ. ദാറ്റ് ഈസ് β1 cap is equal to y bar minus β2 x bar തരും. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇത്രയും നിർത്തിയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ഈ കണ്ടീഷൻ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ β2 വാല്യൂ ഫൈൻഡ് ചെയ്യാൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ ഇത്രയും 1 by 1 ആയിട്ട് എഴുതിയെടുത്തിരുന്നോ? എഴുതിയെടുത്തു സർ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ ബുക്കും കൂടി റെഫർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഗുജറാത്തിയുടെ ബുക്ക് നോക്കുമ്പോൾ ഇതിന്റെ അപ്പൻഡിക്സിൽ നോക്കിയാൽ നമുക്കിത് കാണുന്നത് നേരെ ടെക്സ്റ്റ് ബുക്കിന്റെ 62ാമത്തെ പേജിൽ അത് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഈ ബുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്ത് കിട്ടുന്നത് ഈ ഇക്വേഷൻ മാത്രമാണ്. ഈ ഇക്വേഷൻ ആണ് നമ്മളിപ്പോ
ഞാൻ ഈ ബോക്സിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, സിഗ്മ വൈ ഐ ഈക്വൽ ടു എൻ ഇൻറ്റു ബീറ്റ 1 പ്ലസ് ബീറ്റ 2 സിഗ്മ എക്സ് ഐ. ദാറ്റ് ഈസ് ദിസ് വൺ 3.14. സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ ബീറ്റ 1 ക്യാപ് പ്ലസ് ബീറ്റ 2 ക്യാപ് സിഗ്മ എക്സ് ഐ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ നോർമൽ ഇക്വേഷൻ. ഇതാണ് നമ്മൾ ഇവിടെ ഞാൻ ബോക്സിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനെ n വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരാനും ഈ ഒരു ബീറ്റ 1 ക്യാപ്പിലേക്ക് നമുക്ക് എത്താനും പറ്റിയത്. സോ ദിസ് വൺ ഈസ് ദ ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ. ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതിന്റെ അപ്പൻഡിക്സ്, ഈ ബുക്കിന്റെ ഏറ്റവും ഒടുവിൽ അപ്പൻഡിക്സിലുണ്ട്. അപ്പൻഡിക്സ് 3A എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ കാണിക്കുന്നു. 3A. If you are interested, you can check that. Okay. ഇനി അടുത്തത് ഇത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നുള്ള അടുത്ത ക്ലാസ്സിലാണ്. ഞാൻ അതിന് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്.